12 മണിക്ക് അവസാനിക്കുന്ന CHC 5 മണി വരെ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നേറി. താലൂക്ക് ആശുപത്രികൾ, ആ താലൂക്ക് ആശുപത്രികളിൽ മുഴുവൻ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഓരോ താലൂക്ക് ആശുപത്രിയിലും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ, അതും ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയിരുന്ന ആയിരക്കണക്കിനെന്നോ അല്ലെങ്കിൽ 10,000-കണക്കിനോ ആളുകൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായി. ജില്ലാ ആശുപത്രിയും ജില്ലാ ജനറൽ ആശുപത്രിയും അടൂർ ജില്ലാ ആശുപത്രിയും എല്ലാം കൂടി കണക്കിലെടുത്താൽ 1000-ൽ കൂടുതൽ OP ആണ് അവിടെയെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലനമാണത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വൃത്തിയുള്ള താലൂക്ക് ആശുപത്രിയുടെ അവാർഡ് ഏതാനും വർഷം മുമ്പ് റാന്നി താലൂക്ക് ആശുപത്രിക്കാണ് ലഭിച്ചത്. മറ്റാശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആ നിലയിൽ പുരോഗമിച്ചു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഈ 4 വർഷം ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ ആശുപത്രികൾക്കും താലൂക്ക് ആശുപത്രികൾക്കും ആരംഭിച്ചത് ഈ ഘട്ടത്തിലാണ്. കോന്നി മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്ന പല കേസുകളും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറി തുടങ്ങി. ഈ വർഷം കൊണ്ട് തന്നെ ആ മെഡിക്കൽ കോളേജുകളുടെ നിലവാരത്തിലേക്ക് കോന്നി മെഡിക്കൽ കോളേജ് മറ്റ് സൗകര്യങ്ങളുമായി ഉയരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളിലൊന്നാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യേകം മുൻകൈ എടുത്തുകൊണ്ടാണ് നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അവിടെയുള്ള പഴയ കെട്ടിടം മാറ്റണം. പഴയ കെട്ടിടം പൊളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ. എന്നാൽ പഴയ കെട്ടിടം പൊളിക്കാൻ നടത്തിയ ശ്രമം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തടയുകയാണ് ഉണ്ടായത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം തടഞ്ഞിട്ട് ഇപ്പോൾ അത് വാർത്തയാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത് വിരോധാഭാസമാണ്, ഇത് അസൂയയാണ്, ഇത് കണ്ണുകടിയാണ്. കാരണം ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ജില്ലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമായിട്ട് അതിനെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രി വീണ ജോർജിൻ്റെ മുൻകൈ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ നേട്ടങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് മറയിടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് വീണ ജോർജിനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര ആഭാസങ്ങൾ. ഇതിനു മുമ്പും നമ്മുടെ സംസ്ഥാനത്ത് പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. അപകടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് നമുക്കെല്ലാം തന്നെ ഉള്ളത്. ഒരപകടവും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് പോലും അത്തരം അപകടങ്ങളിൽ ഒരു പരിക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് മാർച്ച് നടത്തുക,
അപ്പം അത് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശയപരമായി ഇത്തരം കാര്യങ്ങളെ തടയുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, അത്തരത്തിലേക്ക് ആരോഗ്യമന്ത്രിയെ കോർണർ ചെയ്ത പ്രചരണം ആ നിലയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിക്ക് ഗവൺമെൻറ് സംരക്ഷണം ഒരുക്കുന്നത് പോലെ തന്നെ സംരക്ഷണം ഒരുക്കുന്ന ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. തെറ്റായ പ്രചരണ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ നേട്ടങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ 10-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗം പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ നല്ല പ്രചരണം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. 970 കോടി രൂപയുടെ നേട്ടം ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2011 മുതൽ 2016 വരെയുള്ള UDF കാലഘട്ടത്തിൽ ഗവൺമെൻറ് നേരിട്ട് ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിച്ചത് കേവലം 15 കോടി രൂപയിൽ താഴെയാണ്. അതിൽ 14 കോടി രൂപ നൽകിയത് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ അത് 14 കോടി രൂപയുടെ ബില്ലായി, പണി കോൺട്രാക്ട് ഇട്ടിട്ട് പോയി. ഈ ജില്ലയിലെ ഒരു ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല. ആ കാലഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പരിതാപകരമായ അവസ്ഥയായിരുന്നു. ആശുപത്രികളിൽ മരുന്ന് സാധനം ഇല്ലായിരുന്നു. പല ആശുപത്രികളിലും ഡോക്ടർമാരില്ലായിരുന്നു. ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു കാലഘട്ടമാണ്. അത് നമുക്ക് ജനങ്ങളെയാകെ അറിയിക്കാൻ ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെ ആദ്യം അക്കാര്യങ്ങൾ അറിയിക്കുന്നത്. നമ്മുടെ ജില്ലയുടെ ആരോഗ്യരംഗം സമ്പൂർണമായി തകർത്ത UDF ഭരണമാണ് അന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആ സ്ഥാനത്താണ് 970 കോടി രൂപ ചെലവഴിച്ച് അഭൂതപൂർവമായ ഒരു വികസന മുന്നേറ്റം LDF ഈ ജില്ലയിൽ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്.